ഒരു നേട്ടം നോക്കുമ്പോൾ 14% ഒരു കുതിപ്പ് രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 13% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ശക്തി പമ്പ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശക്തി പമ്പിൻ്റെ ന്യൂസ് പ്രധാനമായും വന്നിരിക്കുന്നത് കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ ലഭിച്ചു എന്നൊരു ന്യൂസിനെ തുടർന്നാണ് ഇന്നത്തെ ഈ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. MCEDCL നിന്നാണ് കമ്പനിക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നത്. 444 കോടിയുടെ വാല്യൂ വരുന്നൊരു ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. സോളാർ പമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 60 ദിവസത്തിനുള്ളിൽ, അതായത് കൃത്യം പറഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ ഈ ഒരു ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പൂർത്തീകരിക്കണം എന്ന രീതിയിലുള്ളൊരു ഓർഡറാണ് ലഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ശക്തി പമ്പിൻ്റെ ഒരു ചാർട്ട് പാറ്റേണിൽ ട്രേഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ശക്തി പമ്പിനെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടത് ഈ ഒരു ഓഹരിയുടെ ഒരു ലോങ് ടൈം ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡിലാണ് ഓഹരി കുറച്ച് നാളുകളായിട്ട് ട്രേഡിംഗ് തുടരുന്നത്. എസ്പെഷ്യലി നമ്മളൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വർഷം ജാനുവരി തുടക്കത്തിലായിരുന്നു ഓഹരിയിൽ നമുക്കൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അവിടെ നിന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 60% ഇടിവ് രേഖപ്പെടുത്തിയ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നമ്മളൊരു വീക്ക്ലി ട്രേഡിംഗ് പരിഗണിക്കുമ്പോഴും നമുക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജൂണിൽ തുടങ്ങിയ ഒരു വീക്കിലി ഒരു ഇടിവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് പല വീക്കുകളിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ഓഹരിയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് എടുക്കുമ്പോൾ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണിലാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.